സഹൃദയരെ, ഈ മരത്തണലിൽ ചേക്കേറിയ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രഥമ നാടകം നിഴലായി കൂടെ ഞാനും. രചന സംവിധാനം ജി ശശിധരൻ. രംഗത്ത് സുബ്രഹ്മണ്യൻ, സെബാസ്റ്റ്യൻ CP, DYSP ജോസഫ് ചാക്കോ, ഹരിദാസൻ നായർ, MLA സോമശേഖരൻ, പ്രകാശൻ R, ഫ്രാൻസിസ് സേവ്യർ, ഹരിചന്ദ്രൻ AG, ബാലചന്ദ്രമേനോൻ, സനിൽകുമാർ P, ഗുമസ്തൻ ബാബു, പ്രദീപ് C, രാമൻ നായരായും ഡെന്നീസായും ജോൺകുട്ടി VM. ഗാനങ്ങൾ സെബാസ്റ്റ്യൻ CP, സംഗീതം ആലാപനം മൂർത്തി ആനന്ദ്, പശ്ചാത്തല സംഗീതം പയസ് കോട്ടിങ്കൽ. രചനയും സംവിധാനവും ശശിധരൻ G. നിഴലായി കൂടെ ഞാനും. 40 വർഷങ്ങൾക്ക് മുൻപ് കോളേജിലെ ഫൈനൽ ഇയർ എക്സാം എഴുതിയതിന് ശേഷം കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് അവർ 7 പേരും ചേർന്ന് എടുത്ത തീരുമാനം 2025 ഓഗസ്റ്റ് 31 നമ്മൾ ലോകത്തിൻ്റെ ഏത് മൂലയിലായിരുന്നാലും അന്നേ ദിവസം അയ്യരുടെ വീട്ടിൽ ഒത്തുചേരണം. അതെ, അവർ 6 പേരും എത്തിച്ചേർന്നു. അവൻ മാത്രം എത്തിയില്ല. അവന് വേണ്ടി അവർ കാത്തിരുന്നു. നിഴലായി കൂടെ ഞാനും. സാക്ഷിയെങ്കിൽ നീനിയും കാണാത്തതെന്തേ ഈ മയിൽ പീലിത്തുണ്ടിനെ? കാലമേ നീയൊരു കർമ്മസാക്ഷിയെങ്കിൽ നീനിയും കാണാത്തതെന്തേ ഈ മയിൽ പീലിത്തുണ്ടിനെ? കാറ്റായും മഴയായും ജീവിതം നമ്മെ കാണാക്കയങ്ങളിൽ നീളയൊഴുക്കുമ്പോൾ, കാറ്റായും മഴയായും ജീവിതം നമ്മെ കാണാക്കയങ്ങളിൽ നീളയൊഴുക്കുമ്പോൾ, ഈ ദിനം നൽകുമാവേശമല്ലേ ഇനിയുള്ള കാലത്തെ കൈമുതൽ? ഈ ദിനം നൽകുമാവേശമല്ലേ ഇനിയുള്ള കാലത്തെ കൈമുതൽ? കാലമേ നീയൊരു കർമ്മസാക്ഷിയെങ്കിൽ നീനിയും കാണാത്തതെന്തേ ഈ മയിൽ പീലിത്തുണ്ടിനെ? മനസ്സിൻ്റെ കോണിൽ നാം വരച്ചിട്ട ചിത്രങ്ങൾ ജീവനറ്റു വീഴുമ്പോൾ, മനസ്സിൻ്റെ കോണിൽ നാം വരച്ചിട്ട ചിത്രങ്ങൾ ജീവനറ്റു വീഴുമ്പോൾ, ചുട്ടുപൊള്ളുന്ന വെയിലത്തു വീഴും മഴത്തുള്ളിയാണീ മരത്തണൽ. ചുട്ടുപൊള്ളുന്ന വെയിലത്തു വീഴും
മഴത്തുള്ളിയാണീ മരത്തണൽ. കാലമേ നീയൊരു കർമ്മസാക്ഷിയെങ്കിൽ നീനിയും കാണാത്തതെന്തേ ഈ മയിൽ പീലിത്തുണ്ടിനെ, ഈ മയിൽ പീലിത്തുണ്ടിനെ, ഈ മയിൽ പീലിത്തുണ്ടിനെ. ബാക്കിയുള്ളവര് അല്ലാതെ ഒരു സ്വസ്ഥതയില്ല. അപ്പോഴാ ഒരു അവതരണം കാണും. കൊള്ളത് പറയാമല്ലോ, കേട്ടിരിക്കാൻ കൊള്ളാവുന്നത് കൊണ്ട് കേട്ടിരുന്നതാ. അല്ലെങ്കിൽ ചവിട്ടി കൂട്ടി പറഞ്ഞേക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. എന്റെ ചില ഗസ്റ്റ് ഇങ്ങോട്ട് വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ സാർ പറഞ്ഞതുപോലെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാറ്റമൊന്നും വേണ്ട, എല്ലാം വെജിറ്റേറിയൻ മതി. അത് പ്രത്യേകം പറഞ്ഞിരിക്കണം. പിന്നെ ഡ്രിങ്ക്സ് വേണ്ടവർക്ക് ഞാൻ നോക്കട്ടെ, അറേഞ്ച് ചെയ്യാം. പിന്നെ നമ്മളിവിടെ കേൾക്കാറില്ലല്ലോ. സാർ ഒരു റിട്ടയർഡ് ലീവേഴ്സിനെ വിളിച്ച് അദ്ദേഹം ഇന്ന് 6 മണിക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5-6 പേര് ഇന്നോട് വരുന്നുണ്ട്. എല്ലാം ഹൈ പൊസിഷനിൽ റിട്ടയർ ചെയ്തു. എല്ലാവരും സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്നു. 40 വർഷങ്ങൾക്ക് മുൻപ് എന്നോടൊപ്പം പഠിച്ചവർ. ഭാനുമതി ടീച്ചറിന്റെയും രാമവർമ്മ സാറിന്റെയും ശകാര വർഷങ്ങൾക്ക് നിർദ്ധാരമാക്കി. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്രത്യേകത. സാർ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? നീ മറ്റൊന്നും ചെയ്യണ്ട. ഇവിടെ വെയിറ്റ് ചെയ്യുക, ഇവിടെ വരുന്നവരെ സ്വീകരിക്കുക. ഞാൻ ഇവിടെ തിരിച്ചു വരും. ഞങ്ങളുടെ കൂട്ടത്തിലെ കുറച്ചുപേര് റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് അവരെ പിടിക്കുക. നീ ഇവിടെ തന്നെ കാണണം. ഓക്കെ സാർ, ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ പോയിട്ട് വരാം. വല്ല മട്ടനോ ദീപോ ഏർപ്പാട് ചെയ്യുന്നതിന് പകരം സാമ്പാറും പുളിശ്ശേരി ആർക്ക് വേണം? വല്ല മട്ടനും ദീപും 2 ചിക്കൻ കാലും ഒരു ഡിക്കോലാവിയും ഉണ്ടായിരുന്നെങ്കിൽ കേവലായിരുന്നേനെ. എന്തോന്ന് റീയൂണിയൻ! മാന്യന്മാരാണ് പോലും മാന്യന്മാർ. അടുത്ത രാത്രി സൂര്യൻ ഉദിച്ചാൽ അപ്പൊ കാണാം. ഇന്ന് ഇവിടെ ഒരു പ്രത്യേക പരിപാടി തന്നെ നടക്കുകയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ 7 പേര് ഇന്നിവിടെ ഒത്തുകൂടുകയാ. അവരെ സ്വീകരിക്കല എന്റെ ജോലി. അതൊന്നും എനിക്കറിഞ്ഞൂടാ. പരമ്പ കാണാന്നേ. എല്ലാവരും വലിയ വലിയ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ് സാറ് പറഞ്ഞത്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടുന്നേ. അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ വരെ ഓടിക്കുക. ഇപ്പോഴെത്തുന്നേ ഓക്കെ ബാബു. ഈ ഒരു കാര്യം ചെയ്യും. ഒരു 7-8 മണിയാകുമ്പോ ഒന്ന് കറങ്ങി വന്ന് നോക്ക്. ചിലപ്പോ നിനക്കും എന്തെങ്കിലും കിടച്ചു. റീയൂണിയനിൽ പങ്കെടുക്കാൻ എത്തിയതായിരിക്കും. അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ വരെ പോയിരിക്കുക. ഇപ്പോഴെത്തുന്നേ രാമൻ നായർ. രാമു എന്ന് വിളിക്കും. ഇപ്പൊ കൊണ്ടുവരാം. ഹലോ DVSP. എന്തൊക്കെയുണ്ടോ?
2025 ഓണം ഓഗസ്റ്റ് മാസം 31-ാം തീയതി നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെയായിരുന്നാലും ഐക്യത എവിടെയാണോ അവിടെ എത്തണം. തീരുമാനം കാര്യമില്ല. ഇതിന്റെ സോമം ഭാരതത്തിന്റെ ഫ്രാൻസിന്റെ സ്ഥിതിയിലെ ഒരു കാനഡയിൽ മറ്റൊരു അവർ നേരത്തെ പുറപ്പെട്ടതാണ്. പക്ഷേ ഫ്ലൈറ്റ് അവർ ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളം വൈകിട്ടാത്ത രീതി അവർ വൈകിട്ടാത്ത രീതി ഷാജിക്ക് വരാൻ കഴിയില്ല. വരില്ല. ഞാൻ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിരുന്നു. എന്താ അതിന് കുഴപ്പക്കാരനാണോ? അവൻ കഴിഞ്ഞ പരോളി ഒരാളെ ചോദ്യം അതിന്റെ വിചാരണ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജയിൽ കിടക്കുന്നത് മറ്റൊരു കേസിലുണ്ട്. ഞാൻ പത്രത്തിൽ വായിച്ചു വളരെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. മറ്റേ പഴയ ചില കേസുകളിൽ പതിവായി സഹായിക്കുന്ന ഒരു പോലീസുകാരുണ്ട്. അവസാനം സഹായിച്ച സഹായിക്കും പോലീസുകാരൻ ഷാഹി പോലീസുകാരുമായിട്ടുള്ള സംഘടനത്തിൽ കിട്ടിയ വെട്ടി ഭാര്യയ്ക്കാണ്. ഭാര്യ ഷാജിയല്ല ഭാര്യയെ വെട്ടിയതെന്ന് സ്തുതിയുണ്ടല്ലോ. പോലീസുകാരൻ ഷാജിയെ വെട്ടിയ വെട്ട് ഭാര്യ തടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ വെട്ടി ഭാര്യയ്ക്കാണ്. ഷാജിയുടെ പ്രതിയായി ഓൾറെഡി ഷാജി ഒരു കുറ്റവാളിയാണ്. സാഹചര്യത്തിലും അവസ്ഥയായി ഭാര്യരായുധം ഉപയോഗിച്ച് ഭാര്യയെ വെട്ടി എന്ന പോലീസ് സംഭവത്തിന് ദൃക്സാക്ഷികളാകുന്നില്ല. മകള് ദൃക്സാക്ഷിയാണെന്ന് പറയുന്നത് ശരിയായില്ല. മകൾ അച്ഛനെ രക്ഷിക്കുന്നതിന് വേണ്ടി കളവ് പറയുകയാണ് എന്നാണ് പോലീസ് മകൾ വനത്തില്ലായി എന്നുള്ള കേസ് ഫയൽ ചെയ്യുന്ന പോലീസുകാരൻ ഒരു മറ്റൊരു പോലീസുകാരൻ രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അല്ലടൂ, ഞാൻ അത് ഇടിക്കില്ല. അല്ലാതെ മുങ്ങിയതല്ലേ? അല്ല, എന്റെ കൊല്ലത്ത് ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒരു പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആയി ആ എനിക്ക് അങ്ങനെയും ഒരു പറ്റി വരും. അതുകൊണ്ട് ഷാജി സഹായിക്കുന്നത് ഷാജി മാത്രമാണ് നമ്മുടെ ഇടയിൽ രക്ഷപ്പെടാത്തത്. ഒരു MLA എന്ന നിലയിൽ സഹായിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്തൊക്കെയാണ് വിഭവങ്ങൾ? എന്നോടൊന്നും ഉണ്ടാക്കേണ്ടെന്നാ സാറ് പറഞ്ഞത്. എല്ലാം പകോടയിൽ ഓർഡർ ചെയ്തിരിക്കുക. ഇപ്പോഴെത്തുന്നതേ. അപ്പോൾ വോട്ടായിപ്പോവെന്ന് കാണുമല്ലോ. സാറിന് അറിയാമല്ലോ, അദ്ദേഹം ഇതൊന്നും ഉപയോഗിക്കാറില്ല. ആവശ്യമുള്ളവർക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്നാ സാർ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അത് മതി. ഹലോ